ആദർശ് നയനയുടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നയന ഇങ്ങനെ ഡിസൈൻസ് എല്ലാം വരയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ മോള് തിരക്കിലാണോ? അല്ലമ്മേ, എൻ്റെ മനസ്സിലേ ഒരു ഡിസൈൻ തോന്നി, അപ്പം പിന്നെ അപ്പം തന്നെ ഒന്ന് വരച്ചിടാന്ന് കരുതി, അതുകൊണ്ട് ഇരുന്നതാ. അമ്മ വന്നിരിക്കുക. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മോളെ, നമുക്കൊന്ന് പുറത്ത് പോയാലോ? കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയിട്ട്. എനിക്കിവിടെ ഇരുന്ന് മടുത്തു മോളെ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്തോട്ട് പോകണ്ടേ? അതിനെന്താ അമ്മേ, എന്തായാലും നമുക്ക് ഇന്ന് തന്നെ പോവാം. അതല്ല, ആദർശനോട് എന്ത് പറഞ്ഞിട്ട് ഇറങ്ങാ? അതാ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ആദർശനോട് പറയേണ്ട കാര്യം തന്നെയാ എനിക്കും. ആദർശനോട് പറഞ്ഞാലേ ഇപ്പം 100 ചോദ്യങ്ങളാ. എങ്ങോട്ടാ, എന്തിനാ എന്നൊക്കെ ചോദിക്കും. അപ്പം പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ലേ മോളെ? അമ്മേ, ഞാൻ ആദർശനോടെ ഒന്ന് പോയി ചോദിക്കട്ടെ, എന്നിട്ട് അമ്മയോട് വന്ന് വിവരം പറയാം. അങ്ങനെ ആദർശൻ്റെ അടുത്തോട്ട് പോകുന്നു. ആദർശേട്ടാ, ആദർശേട്ടൻ തിരക്കിലാണോ? എന്താ നായനെ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല ആദർശേട്ടാ, എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. ആണോ? ഞാനും കരുതിയിരിക്കുകയായിരുന്നു നിന്നെ കൂട്ടിയിട്ട് പുറത്തോട്ടൊന്ന് പോകണമെന്ന്. എന്നാൽ നമുക്കിപ്പോൾ തന്നെ പോവാം. അയ്യോ ആദർശേട്ടാ, അതല്ല. അതെന്തേ? നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം. അല്ല ആദർശേട്ടാ, എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവളെ കാണാനായിട്ട് ഞാനൊന്ന് പുറത്തോട്ട് പോവാ. കുറേ നാളായി അവളെ കണ്ടിട്ട്. അവളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒന്ന് കാണാനായിട്ട് എന്നെ വിളിച്ചതാ. ഏത് ഫ്രണ്ട്? ഫ്രണ്ടിൻ്റെ പേരെന്താ? ആദർശേട്ടൻ എൻ്റെ എല്ലാ ഫ്രണ്ടിനെയും അറിയോ? എന്താ ആദർശേട്ടാ വെറുതെ ഓരോന്ന് പറഞ്ഞ്? ഞാനേ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് വേഗം ഇങ്ങ് വരാം. അല്ല നയനെ, നിന്റെ ഫ്രണ്ടിനെ കാണണമെങ്കിൽ അവളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. ഇവിടെ ഇരുന്ന് സംസാരിച്ച് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് വിടാലോ. അതുമാത്രമല്ല ആദർശേട്ടാ, അവൾക്കാണെങ്കിലേ എൻ്റെ അമ്മയെയും അച്ഛനെയൊക്കെ ഒന്ന് കാണണമെന്ന്. നവ്യേച്ചിക്കും അറിയാം. അതുകൊണ്ട് നവ്യേച്ചിനെയും കാണാനായിട്ട് ഒന്ന് വീട്ടിലോട്ട് പോകണം. അതുകൊണ്ടാ പുറത്ത് വെച്ച് കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പൊക്കോളാം. എന്നാ ശരി, നോക്കി പോയിട്ട് വാ. അല്ല, നീ എങ്ങനെയാ പോകുന്നേ? ഞാൻ ആക്കി തരണോ? വേണ്ട ആദർശേട്ടാ, ഇവിടെ വണ്ടി ഉണ്ടല്ലോ, ഡ്രൈവറെ കൂട്ടി ഞാൻ പൊക്കോളാം. ആദർശേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ശരി ശരി, ഈയിടെയായിട്ട് എന്നെ കൂട്ടാതെ പല സ്ഥലത്തോട്ടും പോകുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലേ ആദർശേട്ടാ? എന്നാലേ ഞാൻ വേഗം റെഡിയാവട്ടെ. ഞാനിപ്പോൾ വരാം. ആദർശേട്ടന് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം. അങ്ങനെ അടുക്കളയിലോട്ട് നയന ചെല്ലുന്നുണ്ട്. ദേവയാനി ചായ ഇടുമായിരിക്കും. അമ്മേ, പ്ലാനെല്ലാം സക്സസ്സാ. നമുക്കിപ്പം തന്നെ ഇറങ്ങാം. ആദർശേട്ടനോടെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാന്നാ പറഞ്ഞത്. നമുക്കിപ്പം തന്നെ പോയാലോ? അവന് സംശയമൊന്നുമില്ലല്ലോ മോളെ? ഇല്ല അമ്മേ, നമുക്കിപ്പം തന്നെ പോവാം. എന്നാൽ ശരി, മോൾ ആദ്യം ഈ ചായ കുടിക്ക്. ചായ നയന കുടിച്ചതിന് ശേഷം ആദർശനുള്ള ചായയുമായിട്ട് മുകളിലോട്ട് ചെല്ലുക. രണ്ടുപേരും ഒരുങ്ങി ഒരേ സമയത്ത് താഴോട്ട് വരുന്നുണ്ട്. എന്നാ ഈ സമയത്ത് അനാമികയ്ക്കും ജാനകിക്കും എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ തോന്നുന്നുണ്ട്. രണ്ടുപേരും ഒരേ സമയത്ത് താഴോട്ട് വരുന്നു. രണ്ടാളും രണ്ട് വഴിക്ക് പോകുന്നു. പിന്നീടും ഏകദേശം ഒരേ സമയത്ത് വീട്ടിലോട്ട് കയറി വരുന്നു. ഇതിലെന്തൊക്കെയോ സംശയങ്ങൾ അനാമികയ്ക്ക് തോന്നുന്നു. അനാമിക അത് ജാനകിയോട് പറയുന്നുണ്ട്. അമ്മേ, ഇവരുടെ പോക്കേ അത്ര ശരിയല്ല. വല്യമ്മ അവളോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും വല്യമ്മയുടെ മനസ്സിൽ അവളോട് എന്തൊക്കെയോ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഇതിനുള്ളിൽ സത്യം നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അമ്മേ. മോളെ, എനിക്കും അത് തോന്നുന്നുണ്ട്. ഏട്ടത്തിയുടെ സ്വഭാവം ഇപ്പം പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? ഇവരെ ഫോളോ ചെയ്ത് പോയാലോ? ആദ്യം ഇവരിവിടുന്ന് ഇറങ്ങുന്നത് നോക്കട്ടെ. അങ്ങനെ ദേവിയനി ഒരു കാറിലും നയന മറ്റൊരു കാറിലും പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചങ്ങ് എത്തിക്കഴിയുമ്പോൾ രണ്ടുപേരും തമ്മിൽ ഒന്നിലാണല്ലോ പോവുക, ഒരു കാറിൽ ഇറങ്ങി കയറുമല്ലോ. എന്നാ ജാനകിയും അനാമികയും അതേപോലെ അവരെ ഫോളോ ചെയ്ത് പോവുക. കുറച്ച് ദൂരം കഴിയുമ്പോൾ നയന ഇറങ്ങി ദേവയാനിയുടെ കാറിലോട്ട് കയറുന്നുണ്ട്. ഇത് കാണുന്നതും അനാമിക വിളിച്ച് കാണിക്കുന്നുണ്ട്. ദേ അമ്മേ, അമ്മ കണ്ടോ? അവൾ ഇറങ്ങിയിട്ട് വല്യമ്മയുടെ കാറിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ പോകുന്ന കാറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടാണോ ഇനി ഏട്ടത്തിയുടെ കാറിൽ കയറിയിരിക്കുക? അമ്മയ്ക്ക് എന്താ, ആ കാറിന് ഒരു കുഴപ്പമില്ല. അമ്മ നോക്കിയോ, ആ കാർ തിരിച്ചു പോവുകയും ചെയ്തു. അതുപോലെ ഇവള് വല്യമ്മയുടെ കാറിലോട്ട് കയറുകയും ചെയ്തു. ഇപ്പം തന്നെ മനസ്സിലാക്കിക്കൂടെ ഇവരെന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന്? മോളെ, എനിക്കെന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇനിയൊന്ന് വ്യക്തമാവട്ടെ. ആ വണ്ടിയെ ഫോളോ ചെയ്തു പോ എന്നും പറഞ്ഞ് ആ വണ്ടിയുടെ പുറകെ പോകുന്നുണ്ട്. ആദ്യം തന്നെ നയനയെ കൂട്ടി ഒരു ജ്യൂസ് കുടിക്കാനാണ് കയറുന്നത്. അങ്ങനെ ജ്യൂസും വാങ്ങി നയനയോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട അമ്മേ, ഇപ്പം നല്ല ചൂടല്ലേ, ഒരു ഗ്ലാസ് ജ്യൂസ് അത് തന്നെ ധാരാളം. ഇനി നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വീട്ടിലോട്ട് പോയാൽ മതി.
എന്ന് ദേവയാനി പറയുന്നുണ്ട്. ശരി അമ്മേ. മോളെ, വീട്ടിലാണെങ്കിൽ ഇതുപോലെയൊന്നും ഇരുന്ന് മോളോട് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതോർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. പലപ്പോഴും മോളെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടി വരുന്നുണ്ട്. മോൾക്കെന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എനിക്കേ അമ്മയോട് വല്ലാത്ത ദേഷ്യമുണ്ട്. എന്താ അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല. എനിക്കറിയാലോ അമ്മയ്ക്കുള്ളിൽ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്. പിന്നെ ഞാൻ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെടുന്നേ? എന്തായാലും മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് അമ്മ വാങ്ങിത്തരുന്നുണ്ട്. അമ്മേ, എനിക്കൊന്നും വേണ്ട. എത്ര സാരിയാ അമ്മ എനിക്ക് ഈയിടെയായിട്ട് വാങ്ങിത്തന്നത്. അതൊക്കെ ഉടുത്ത് തീരണ്ടേ? ഇന്നെന്നാലേ സാരി വേണ്ട, കുറച്ച് ചുരിദാർ എടുക്കാം. മോൾക്ക് ചുരിദാറാ കുറച്ചും കൂടെ ഭംഗി. ഇനി വീട്ടിലെ മോള് ചുരിദാർ ഇട്ടാൽ മതി. ചുരിദാർ മാത്രമല്ല, ഇന്ന് കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് ദേവയാനി നയനയോട് പറയുന്നു. ഇതെല്ലാം മാറി നിന്ന് നമ്മുടെ അനാമികയും ജാനകിയും കാണുന്നുണ്ട്. കണ്ടോ അമ്മേ, ഇവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നവര് ഇതുപോലെ ഇരുന്ന് പരസ്പരം സംസാരിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കോ? ഇവരെ നമ്മളെ വിഡ്ഢിയാക്ക. ഇതിനിടയിൽ പൊട്ടന്മാരാവുന്നത് നമ്മളാ. മോളെ, ഇപ്പോഴേ എനിക്ക് എല്ലാം മനസ്സിലായത്. എങ്ങനെയാ ഏട്ടത്തിക്ക് എല്ലാവരെയും ഇങ്ങനെ പറ്റിക്കാൻ കഴിയുന്നേ? വീട്ടില് വേറൊരു മുഖം, പുറത്തിറങ്ങുമ്പോൾ വേറൊരു മുഖം. അപ്പോൾ ഇവളെ ഇത്രയേറെ സ്നേഹിച്ചിട്ടാണ് വെറുപ്പൊക്കെ കാണിക്കുന്നത് നമ്മുടെ മുൻപിൽ എന്നൊക്കെ ജാനകി പറയുന്നു. പിന്നീടായിട്ട് അവിടെ നിന്ന് ഇറങ്ങുക. പെട്ടെന്ന് മാറി നിൽക്കുന്നുണ്ട് രണ്ടുപേരും. അങ്ങനെ ഇറങ്ങി നേരെ പോകുന്നത് ടെക്സ്റ്റൈൽസിലോട്ടായിരിക്കും. അവിടെ എത്തിയിട്ടും അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് അനാമിക കാണുന്നുണ്ട്. എല്ലാ അനാമിക വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. വീഡിയോ എടുത്ത് ജാനകിയോട് പറയുന്നുണ്ട്, നമ്മൾ കണ്ടെന്ന് കരുതിയിട്ട് വേറെ ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അമ്മേ. അതുകൊണ്ട് എല്ലാറ്റിനും ഒരു തെളിവ് വേണം. ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇന്ന് ഇവരുടെ കള്ളത്തരം വീട്ടിലെല്ലാവരോടും തുറന്ന് കാണിക്കണം അമ്മേ. അങ്ങനെ എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അങ്ങനെ ജാനകിയും അനാമികയും വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവരെ കാത്തിരിക്കുമായിരിക്കും എല്ലാവരും മുൻപിലും ഈ ബോംബ് പൊട്ടിക്കാനായിട്ട്. അങ്ങനെ നയനയും ദേവയാനിയും പർച്ചേസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നു. ആദ്യം കയറി വരുന്നത് നയനയായിരിക്കും. പിന്നീട് തൊട്ടുപുറകിലായിട്ട് ദേവയാനിയും വരുന്നുണ്ട്. ഇത് കാണുന്ന ജാനകി ചോദിക്കുന്നുണ്ട്, അല്ല, മരുമകളും അമ്മായിമ്മയും ഷോപ്പിങ്ങിന് പോയതാണോ? രണ്ടുപേരും ഒരേപോലെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കണ്ടപ്പോൾ ചോദിച്ചതാ. ഞാനുണ്ടോ ഇവളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നു? ഞാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയതാ. ഇവളെങ്ങോട്ടാ പോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനും എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ പോയതാ. അല്ല, രണ്ടുപേരും ഒരുമിച്ചാണോ പോയത്? ദേ ജാനകി, നീ വീണ്ടും വീണ്ടും ചോദിക്കണ്ട. ഇവളുടെ പുറകെ ആര് പോവാനാ? ഞാൻ പറഞ്ഞില്ലേ. ഓ അങ്ങനെ. എത്ര നന്നായിട്ടാ രണ്ടുപേരും കള്ളം പറയുന്നത്. എന്താ ജാനകി, നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല ഏട്ടത്തി, ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ടേക്ക് ആദർശും ജയനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട്. എന്താ നിങ്ങളെല്ലാവരും കൂടെ ഒരു ചർച്ച? അല്ലച്ചാ, ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് കയറി വന്നപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു, ഇനി നിങ്ങൾ രണ്ടുപേരും ഷോപ്പിങ്ങിന് ഒരുമിച്ചാണോ പോയെന്ന്. അതിനെന്താ, അവരെ അമ്മായിമ്മയും മരുമകളാ. ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയെന്ന് കരുതിയിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. അച്ഛാ, ഞങ്ങൾ ഒരുമിച്ചൊന്നല്ല പോയത്. അവളെങ്ങോട്ടാ പോയി? ഞാൻ എൻ്റെ കാര്യം നോക്കിപ്പോയി. അല്ലാതെ ഞാൻ അവളെ കൂടെ എങ്ങോട്ടും പോവില്ല. മതി ഏട്ടത്തി. ഏട്ടത്തിയുടെ നാടകം നിർത്ത്. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഇന്ന് ഞങ്ങൾ ഏട്ടത്തിയെ ഫോളോ ചെയ്ത് വന്നിരുന്നു. നിങ്ങൾ തമ്മിലുള്ള നാടകങ്ങളെല്ലാം ഞങ്ങൾ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മോളെ അനാമികയെ കാണിച്ചു കൊടുക്ക്. അങ്ങനെ എല്ലാം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. വീഡിയോ കണ്ട് ആദർശും ജയനും അജയനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഞെട്ടുന്നുണ്ട്. പിടിക്കപ്പെട്ടു എന്നറിയുന്ന നയനയും ദേവയാനിയും സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നാളെ വീണ്ടും കാണാം. ബായ്.